ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പടവലങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരൊറ്റ കറി മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ അതങ്ങനെ അവിടെ പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് രണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയുടെ പകുതി അരിഞ്ഞുകൊണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഒരു 3/4 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇനി നിങ്ങൾ കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതായിരിക്കും ഇതിലേറെ എളുപ്പം, നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതവിടെ വേവട്ടെ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. സമയം നമ്മുടെ പടവലങ്ങ ആയിട്ടില്ല കേട്ടോ. ഒന്ന് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി നോക്കണം. ഈ വെള്ളമൊക്കെ വറ്റി ഇപ്പം നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പടവലങ്ങ കറി എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും, പക്ഷേ ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ തേങ്ങ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്ര തിളച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് വറുത്തിടണം. അതിന് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കരിവേപ്പും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർക്ക് പരിപ്പ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെയാണ് ഈ ഒരു കറി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു കറിയിൽ പരിപ്പില്ലാതെയാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ പടവലങ്ങ കറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.